രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി CPM-ഉം BJP-യും കൂടെ രംഗത്തെത്തിയിരിക്കുന്ന കാര്യം കൂടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് SFI ഇന്ന് മാർച്ച് നടത്തും. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് രാഹുലിനെ നഗരസഭ ഒഴിവാക്കിയിരുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരും. സാജിദ്, അങ്ങനെ പ്രശ്നങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും പരിഹരിച്ചു എന്ന് കോൺഗ്രസ് വിചാരിക്കുന്നിടത്ത് അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നാണ് CPM-ഉം BJP-യും പറയുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് പാലക്കാട് അടക്കം നടക്കാനിരിക്കുകയാണ് അല്ലേ? ജിൻസി, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കൊണ്ട് മാത്രമായില്ല, MLA സ്ഥാനം തന്നെ രാജിവെക്കണമെന്ന ആവശ്യമാണ് CPM-ഉം BJP-യും ഒരുപോലെ ഉയർത്തുന്നത്. ഇതിൽ ഈ കോൺഗ്രസുകാർക്ക് അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി ഇരുത്താൻ കഴിയാത്ത ഒരാളെ എങ്ങനെയാണ് പാലക്കാട് മണ്ഡലത്തിന്റെ MLA ആയി ഇരുത്തുക എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് SFI ഈ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. SFIന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. പരമാവധി വിദ്യാർത്ഥികൾ അണിനിരത്തിക്കൊണ്ട് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ MLA ഓഫീസിലേക്കുള്ള മാർച്ച് കണ്ടതാണ്. ഡിവൈഎഫ്ഐയും മഹിളാ മോർച്ചയും മാർച്ച് നടത്തി. MLA ഓഫീസിന്റെ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ചു, കോഴിയെ കെട്ടിത്തൂക്കി, കോഴിയെല്ലാം തന്നെ എടുത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും സമാനമായ രൂപത്തിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഔദ്യോഗിക പരിപാടി എന്നുള്ളത് MLAക്ക് ഉണ്ടായിരുന്നത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനമാണ്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തകർന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അത് നിർമ്മിച്ചത്. അത് VK ശ്രീകണ്ഠൻ എന്ന കോൺഗ്രസ് MP-യുടെ ഫണ്ട് ഉപയോഗിച്ചാണ്, പൂർണ്ണമായും ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിലെ മുഖ്യ അതിഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അദ്ദേഹത്തിന് ഇന്നലെ ഈ BJP ആണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത്. നഗരസഭ വൈസ് ചെയർമാൻ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. താങ്കൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ വരുന്നു. താങ്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് സുരക്ഷാ പ്രശ്നമാണ്. ഇത് കൂടാതെ ഈ പരിപാടിയുടെ ഒരു ശോഭ കെടുത്തും എന്നുള്ളത് കൂടിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പൊതുപരിപാടിക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ അദ്ദേഹത്തെ തടയുമെന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരും ദിവസങ്ങളിലെല്ലാം തന്നെ MLA എന്ന നിലയ്ക്ക് വിവിധ പരിപാടികളുണ്ട്. ആ പരിപാടികളിൽ അദ്ദേഹത്തിന് എത്താൻ കഴിയുമോ? ഈ ഡിവൈഎഫ്ഐ, നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രകൃതം അറിയാം. ഈ എല്ലാത്തിനെയും ശക്തമായി തന്നെ വെല്ലുവിളിച്ച് നേരിടുന്ന ഒരു നേതാവാണ്. അദ്ദേഹം അങ്ങനെ ഡിവൈഎഫ്ഐയും യുവമോർച്ചയും എല്ലാം തന്നെ നേരിടാൻ തീരുമാനിച്ചാൽ അത് ഒരു എന്താകുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹം ഇന്ന് എന്തായാലും പാലക്കാട് എത്താനുള്ള സാധ്യതയില്ല. വരും ദിവസങ്ങളിലും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.